അപ്പം ഇത് നമ്മുടെ ദ്വീപിലെ മൂന്നാമത്തെ ദിവസമാണ്. രാവിലെ കിലാഞ്ചിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ദോശയും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ വലിയ പഴം നേന്ത്രപ്പഴം ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനത്തെ തേങ്ങാപ്പാലിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വയറ് നിറച്ച് കിലാഞ്ചിയൊക്കെ കഴിച്ച് നമ്മൾ റെഡി ആയിട്ടോ. പിന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി നമ്മൾ എണീക്കാൻ വേണ്ടി. കാരണം ഇന്ന് നമുക്ക് ആരും വരാനൊന്നുമില്ല പിക്കപ്പ് ചെയ്യാനൊന്നും. അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 200 സംതിങ് എന്തോ ആണ് വൺ ഡേ റെൻറ്റ് വരുന്നത്. പിന്നെ പെട്രോളും നമ്മൾ തന്നെ അടിക്കണം കേട്ടോ. ഒന്നും 200 220 പല റേറ്റ് ആയിരുന്നു. പല സ്ഥലത്തും നമ്മൾ 2 സ്ഥലത്തു നിന്ന് വാങ്ങിയിട്ടുണ്ട്. 2 റേറ്റ് ആയിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ റേഷൻ കടയിലാണ് പെട്രോൾ കൊടുക്കുക. നമ്മളെ പോലെ പമ്പും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. വണ്ടീനേക്കാളും അടിപൊളിയായിരുന്നു നമുക്കിങ്ങനെ സ്കൂട്ടിയും പോയി. പക്ഷേ ചെറിയ മഴയും മക്കളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ സ്കൂട്ടി എടുക്കാതിരുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ പാക്കേജ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ 2 ഡേയ്സ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് തിരിച്ചും നമ്മൾ ഷിപ്പിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ഷിപ്പ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് 2 ദിവസം എക്സ്ട്രാ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്കൂട്ടി എടുത്തു റെൻറ്റിന്. അപ്പോൾ നമ്മൾ മൊത്തം എല്ലാം ഒന്ന് കറങ്ങിയതാണ്. എന്നാലും 2 ഡേയ്സ് കൂടി ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ വീണ്ടും ബീച്ചിലേക്കൊക്കെ ഇറങ്ങി. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ. മക്കളെയും കൊണ്ട് മഴയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ മഴയത്ത് കളിക്കാൻ നല്ല സുഖമാണല്ലോ നമുക്ക്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവരെ 3 പേരെ മാനേജ് ചെയ്ത് മഴയത്ത് അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു ചെറിയ. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറി നിന്നു. കാരണം നല്ല മഴയായിരുന്നു. മഴ കൊണ്ട് ഒന്നാമതേ ജലദോഷവും കാര്യങ്ങളും. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കളിക്കണമല്ലോ. കാരണം പിന്നെ വന്നാൽ കണക്കാ കുട്ടികളുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഒത്തിരി എത്ര നമ്മൾ ഡോക്ടറെ കാണും തോറും വീണ്ടും അധികമാവുക ചെയ്യുക. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ കയറി നിന്നു. കാരണം മഴ പോകാതെ ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടോ. എല്ലാവർക്കും കോട്ടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടൊക്കെ എടുക്കാൻ. കാരണം മഴയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോരാനൊന്നും പറ്റിയില്ലെങ്കിൽ. പിന്നെ ഇതും അടിപൊളി. എന്നാലും ഞാൻ പറഞ്ഞില്ലേ വണ്ടിയിൽ പോകുമ്പോൾ അതിലും അടിപൊളിയായിരുന്നു സ്കൂട്ടിയുമ്പോൾ പോകുമ്പോൾ കേട്ടോ. കാരണം 2 വീലറിൽ പോകുമ്പോൾ കുറച്ചും കൂടി നല്ല രസമുണ്ട്. തെങ്ങിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ. ശരിക്കും ബൈക്കാണ് കേട്ടോ അടിപൊളി. പക്ഷേ നമുക്ക് മക്കളുള്ളതുകൊണ്ട് ഓക്കെ അല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ 2 ദിവസം എക്സ്ട്രാ കിട്ടിയപ്പോൾ പിന്നെ വണ്ടീനെ എന്തായാലും ബൈക്കിലൊന്ന് കറങ്ങാമെന്ന് കരുതി. അങ്ങനെയാണ് നമ്മൾ ബൈക്ക് എടുത്തത്. മഴയൊന്നും ഇല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. മഴ ഉണ്ടായപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം പെട്ടെന്ന് മക്കളെയും കൊണ്ടൊക്കെ പിന്നെ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും മൈൻഡാക്കാതെ മാക്സിമം എൻജോയ് ചെയ്യുക. അതിലാണല്ലോ. പിന്നെ തന്നെ ഒരു രക്ഷയില്ലാത്ത കടൽ. അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ വേൾഡ് കപ്പൊക്കെ അല്ലേ. പോർച്ചുഗലും ബ്രസീലും അർജൻറ്റീനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ 3 പേരും 3 ടീമായിരുന്നു. പിന്നെ അവർക്ക് അതിൻ്റെ കാര്യങ്ങളായി. പിന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഊഞ്ഞാലായാലും പിന്നെ മറ്റേ എന്താ പറയുക റൈഡില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരതിലൊക്കെ കയറി അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്കും ബോറടിയില്ല. ഒന്നാമതേ ബോറടി ഇല്ല കേട്ടോ. കാരണം വെള്ളമല്ലേ. വെള്ളം ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവുമോ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബോറടിയും കാര്യങ്ങളും. പക്ഷെ അവർ എൻജോയ് ചെയ്തു മാക്സിമം. ഭയങ്കര ഹാപ്പിയായിരുന്നു. അവരടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് പോകണം കേട്ടോ. അങ്ങനെയൊക്കെ അവർ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. അത്രയും അവർ ഹാപ്പിയായിരുന്നു. ആ വെക്കേഷൻ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കുട്ടികളെയും കൊണ്ടൊക്കെ പോകാൻ നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ കരുതും. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഹാപ്പിനെസ്സും ഉണ്ട് കേട്ടോ. അവരെയും കൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടും. കാരണം വെള്ളമല്ലേ. അവർ അത്രയും വെള്ളമായിട്ട് അത്രയും അറ്റാച്ച് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരും എൻജോയ് ചെയ്യണ്ടേ. പിന്നെ നമ്മൾ ഒത്തിരി നേരം അവിടെ തന്നെ ഇരുന്നു. പിന്നെ നമ്മൾ കുറേ ദിവസം ഇരിക്കുമ്പോൾ പോകാൻ മാത്രമൊന്നും അവിടെ സ്ഥലമില്ല. പോയ സ്ഥലം തന്നെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക അതുതന്നെ. അപ്പം അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാനേ ഉള്ളൂ. കാരണം അവിടെ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകാനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെറിയ ബസ് പോലെ വാട്ടർ സർവീസ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അന്നേരത്തെ ക്ലൈമറ്റും സീസണും ഒക്കെ അല്ലാത്തതുകൊണ്ട് അതുണ്ടായിരുന്നില്ല. അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അടുത്ത വേറെ ദ്വീപിലേക്കൊക്കെ പോകാം കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. കാരണം റൂമിൽ പോയിട്ട് വേറെ ഒരു പണിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് അവർ കളിച്ചു, നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നു. അവർ നല്ലോണം മാക്സിമം അവരുടെ ടൈം മഴയായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇന്നലെ വന്നപ്പോഴൊക്കെ അവർ ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ടൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പിന്നെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരതിലൊക്കെ കളിച്ചു നല്ലോണം.
അവനും ഉഷാറായി കേട്ടോ. അവനും കാക്കാൻ്റെയും ദീദീൻ്റെ ഒക്കെ കൂടെ അവനും ഉഷാറായി. അവനും നല്ല സന്തോഷം. നമുക്ക് പേടിയുണ്ടായിരുന്നു ആദ്യം അവനെ അങ്ങനെ ഇരുത്തിയപ്പോൾ. പിന്നെ അവനും ഒക്കെ ആയിരുന്നു. അവൻ പിടിച്ച് ചാച്ചി ദീദിയും കാക്കൊക്കെ ഇരുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ ആമിറിൻ്റെ പലതരം ഊഞ്ഞാലാട്ടമുണ്ടായിരുന്നു. കിടന്നിട്ടും നിന്നിട്ടും മറിഞ്ഞിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം അവിടെ ഒന്നും അത്ര ആഴമില്ല, അടുത്ത് തന്നെ ആയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായില്ല. പിന്നെ നമ്മളിവിടുത്തെ എയർപോർട്ട് കാണാൻ പോയിട്ട്, നമുക്ക് ഫ്ലൈറ്റിനല്ല നമ്മൾ ഷിപ്പിലായതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടൊന്ന് പോയി കണ്ടു കേട്ടോ. അത്ര വലിയൊന്നുമല്ല, എന്നാൽ എയർപോർട്ടാണല്ലോ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് പിന്നെ നമ്മൾ ഇതന്നെ എന്താ പറയുക, റൈഡ് തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെയിലില്ലാത്ത കുറച്ച് സമയം കിട്ടിയപ്പോൾ അവിടുന്ന് ആ ബീച്ചിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു ഇങ്ങനെ വണ്ടിയിലിങ്ങനെ. അതന്നെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വണ്ടിയിൽ ആ ഒരു യാത്ര അത് അടിപൊളിയായിരുന്നു. കാരണം അവരുടെ ആ തെങ്ങും അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ നാടൻ ഉള്ളിവട കണ്ടു കേട്ടോ. അവിടത്തേതായ കുറച്ച് സ്നാക്സും പിന്നെ ഈ മോഡേൺ ആയിട്ടുള്ള സാൻഡ്വിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു കടി അത് അവിടെ നിന്ന് കിട്ടിട്ടോ, ഉള്ളിവട. നമ്മൾ ഉള്ളിവടയൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ സെയിം ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ചോറ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം അവരുടെ ഒരു അത്ര സുഖം ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒരു വെള്ളം പോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറേ ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാലും നമ്മൾ കഴിച്ചു കേട്ടോ. കാരണം ഫുഡ് വേസ്റ്റ് ആക്കാനും പാടില്ല, പിന്നെ വിശപ്പും ഉണ്ടായിരുന്നു, അതുകൊണ്ടങ്ങ് കഴിച്ചു. പപ്പടവും മീനൊക്കെ ഫ്രഷ് ഫിഷാട്ടോ. അതിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് കൊടുക്കുന്നത് അവിടെ എത്തിയതിന് ശേഷം. കാരണം ഫ്രഷ് ഫിഷല്ലേ. അതിന് ശേഷം ഫിഷ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ആ ചുട്ട സമയത്തൊക്കെ അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ അടിച്ചു മാറി ആ വെള്ളത്തിൽ കഴിച്ച വിശപ്പൊക്കെ ക്ഷീണമൊക്കെ നല്ലോണം ഭക്ഷണം കഴിച്ച് അങ്ങ് തീർത്തു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യണം. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അലിമോൻ്റെ ബർത്ത്ഡേ ആണ്, നെക്സ്റ്റ് മന്ത് ആണ്. പക്ഷെ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തായാലും അവിടെ വന്നിട്ട് ബീച്ചിലൊക്കെ വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പാക്കേജ് എടുത്ത സമയത്ത്. അപ്പോൾ അവർ അത് ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കേക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈവനിങ്ങാണ്, പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങാണ് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരും മഴയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് എടുക്കാമെന്ന് കരുതി. നമ്മൾ ഫസ്റ്റ് വന്ന ബീച്ചില്ലേ, ഫ്രഷ് ഫിഷ് കഴിക്കാൻ വേണ്ടി വന്ന ആ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. വലിയ രീതിയിലൊന്നുമില്ല, ചെറിയൊരു രീതിയിൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ. ഫോട്ടോഷൂട്ട് മെയിൻ അവിടെ നിന്ന് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കുക അങ്ങനെ കരുതിയിട്ടാണ്. പക്ഷേ അവനൊട്ടും ഒക്കെ ആയിരുന്നില്ല. അവൻ എന്താ പറയുക, അത്ര നല്ല മൂഡായിരുന്നു എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ എന്തോ കുട്ടികളല്ലേ, അവരുടെ മൂഡ് ഓക്കെ ചെയ്തൊന്നും നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഒപ്പിച്ചൊക്കെ എടുത്തു. എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതല്ലേ എന്നുള്ള രീതിയിൽ എടുത്തു. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അവിടെ ഒരു സൈക്കിളെന്ന് പറഞ്ഞില്ലായിരുന്നു, സൈക്കിളിലുള്ള കാര്യം. അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് ഇറങ്ങി കേട്ടോ. ഞാനായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യാൻ ഇപ്പോഴത്തേക്കും നമുക്കിപ്പോൾ 2-3 നാളൊക്കെ ആയിട്ട് ഒക്കെ ഡ്രൈവ് ചെയ്യാം കേട്ടോ. നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ പോകാമെന്ന് കരുതി. അന്ന് ഇന്നും കൂടെ നാളെ ചിലപ്പം നാളെ കൂടിയുണ്ട്. പക്ഷെ നാളെ മഴയാണെങ്കിലെന്ന് കരുതി നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് പോയി. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ബീച്ചിലേക്ക് വരുത്തും കാര്യങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ ഉറക്കമോ തന്നെ അല്ലേ, അല്ല ഉറക്കം അങ്ങനെയല്ല, നമ്മളിപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ആ ടൈം വെറുതെ വേസ്റ്റ് അല്ലേ. നമുക്ക് ഇവിടെ എല്ലാ ടൈമും എൻജോയ് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ അലി അവരുടെ കൂടെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവന് സ്കൂട്ടിയിലൊക്കെ കയറിയിട്ട് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒക്കെ അവനങ്ങനെ സ്കൂട്ടിയിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളധികം എവിടെയും പോകുമ്പം കാർ എടുത്താൽ പോകും. അവനുണ്ടാകുമ്പം കാറല്ലേ സേഫ് എന്ന് കരുതിയിട്ട് കാർ എടുത്താൽ പോകുന്നത്. പക്ഷെ അവനതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം
കുളിക്കാമെന്ന് കരുതി. അവർക്ക് ഇനി വീണ്ടും വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിണ്ടായിരുന്നത് കേട്ടോ. അവിടെയൊക്കെ കണ്ടില്ലേ, ഈവനിങ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ടൊക്കെ ചായ കുടിക്കുക. നമ്മളിപ്പം ജസ്റ്റ് പുതിയൊരു കഫേയൊക്കെ തുടങ്ങിയാൽ ആൾക്കാർ പോകും എന്നല്ലാതെ, പക്ഷെ ഇതങ്ങനെയല്ല. അവരുടെ ഈവനിങ് ആകുമ്പോൾ എല്ലാവരും വന്ന് ചായയും കടിയൊക്കെ കഴിച്ച് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മളാ ശരിക്കും നമുക്ക് പക്ഷേ അങ്ങനെ പറ്റില്ല. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ലൈഫ് സ്റ്റൈലും ശരിക്കും വേറെയാണ്. അവരന്നന്നത്തെ കാര്യങ്ങളും അന്നന്നത്തെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്കൊന്നും അത് പറ്റില്ല ശരിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു ലൈഫ് പോസിബിൾ ആവില്ല. കാരണം നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന പോലെ. കാരണം നമുക്ക് ബാക്കിയൊക്കെ പൈസ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടേ പൈസ ഉള്ളൂ. അവരോടിപ്പോൾ ചോദിച്ചാൽ അവരോട് അധികം പൈസ കിട്ടിയിട്ട് എന്തിനാ, അതാണ് അവരുടെ ഒരു ഇത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് മറ്റേ ഈ എന്താ പറയുക, അലങ്കാര വസ്തുക്കളൊക്കെ കൊണ്ട് ഉണ്ടാക്കത്തില്ല. അപ്പം നമ്മൾ ഇവിടെ വന്നു എന്നുള്ളതിന് എന്തെങ്കിലും അപ്പോൾ ഒരു മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അവരെന്തോ പറഞ്ഞു, അതിന് നല്ല റേറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ പുറത്തുനിന്ന് സാധനം ഇറക്കുന്നതല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അവർക്കും വേണ്ടേ. അപ്പോൾ നമ്മളൊന്നും എടുത്തു കേട്ടോ. പിന്നെ ബ്രേസ്ലെറ്റ് അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനത്തെ സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ്, പക്ഷേ അപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടാണ് വളരെ അങ്ങനെ ആരും ബീച്ചിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ വീട്ടിൽ പോയിട്ട് എടുക്കുക ചെയ്തത്. അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഷെഡിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തന്നെയായിരുന്നു ഫുള്ള് ബൈക്കിൽ കറങ്ങിയത് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ കറങ്ങൽ തന്നെയായിരുന്നു. ഓരോ ബീച്ച് കാണുമ്പോഴും അവിടെ നിർത്തും, എന്നിട്ട് അവരെ കുറച്ച് നേരം ഇറങ്ങും, തിരിച്ച് കയറും. അതന്നെ നമ്മളന്ന് ഫുള്ള് വണ്ടിയുമ്പോൾ തന്നെയായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ബീച്ചിൽ ഇറങ്ങി കേട്ടോ. കുറേ നേരം സ്കൂട്ടിയിൽ നിന്നപ്പോൾ മക്കൾക്ക് മടുത്തു ഇനി ബീച്ചിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര കരച്ചിലായി. അപ്പോൾ നമ്മൾ അവിടെ കണ്ടൊരു ബീച്ചിൽ ഇറങ്ങി കേട്ടോ. അവരൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി. ഞാൻ പിന്നെ മോനെയും കൊണ്ട് അവിടെ സൈഡിലിരുന്നു. അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവൻ വെള്ളത്തിലിറങ്ങിയാൽ തിരിച്ച് കയറുന്നില്ല. അപ്പോൾ ഒരുപാട് നേരമൊക്കെ വെള്ളത്തിലിരിക്കുമ്പോൾ അവൻ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവന് ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ ആദ്യം അവനെ ഇറക്കണം. അപ്പോൾ കുറച്ച് നേരം അവനെയും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ലാസ്റ്റ് അവർ കയറാൻ നേരത്തെ ഇറങ്ങാമെന്ന് കരുതി അവിടെ ഒത്തിരി നേരം ഇരുന്നു. പക്ഷെ അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര കരച്ചില്ല. അവർ വെള്ളത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ പിന്നെ നിന്നേനെ. പക്ഷെ അവരെ കണ്ടത് കൊണ്ട് പിന്നെ അവനെ ഇറക്കിട്ടോ. കേൾക്കാണ്ടായപ്പോൾ ഒക്കെ പറഞ്ഞു എന്നാ ഇറക്കിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇറക്കിയിട്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് പൊന്തിക്കുമ്പോൾ അവൻക്കറിയാം അവനെ വെള്ളത്തിൽ വെക്കുക. പക്ഷെ അവന് തിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഇതല്ലെങ്കിലും തിര വന്നുകൊണ്ടിരിക്കുമ്പോൾ അവന് അത് മതിയല്ലോ, മുഖത്തേക്ക് കയറുന്നുണ്ടായിരുന്നു വെള്ളം. അപ്പോൾ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ കരയുക. പക്ഷേ ഒരുപാട് നേരം കളിച്ചു കേട്ടോ. അവനത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അത്രയും നേരം അവൻ വെള്ളത്തിൽ മൂക്കിൽ വെള്ളം പോകുന്നുണ്ട്, വെള്ളം കുടിച്ചു പോകുന്നുണ്ട്. എന്നാലൊക്കെ വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോൾ പക്ഷെ ഭയങ്കര ഉപ്പ് വെള്ളമായതുകൊണ്ട് വായിലാവുമ്പോൾ അവൻ്റെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ടായിരുന്നു. പിന്നെയും കളിക്കുക. ഒത്തിരി നേരം കളിച്ചു കേട്ടോ. കയറുന്നുണ്ടായിരുന്നില്ല അവരോട് പറയുന്നതോടെ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുക. അവർക്കും നല്ല, നമുക്കൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. ഇപ്പോഴല്ലേ നമ്മളിതൊക്കെ നോക്കിയൊക്കെ വെള്ളത്തിൽ, മറ്റേ വെള്ളം കണ്ടാൽ ഇറങ്ങല്ലേ, ഓരോരുത്തരെയും പിടിച്ച് കൊണ്ടുവരിക. കാരണം വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ടൈം ആയപ്പോൾ പിന്നെ തിരിച്ച് കയറ്റി. കാരണം ഭയങ്കരമായിട്ട് അവരെ കണ്ണൊക്കെ ചോക്കാൻ തുടങ്ങി. കാരണം ഉപ്പ് വെള്ളമല്ലേ. അങ്ങനെ കുറേ ഭയങ്കര ഇടങ്ങാറായപ്പോൾ എല്ലാം കൂടി പിടിച്ച് വലിച്ച് കയറ്റി നമ്മൾ ചായ കുടിക്കാമെന്ന് കരുതി കേട്ടോ.
പിന്നെ എല്ലാവരും നനഞ്ഞുകൊണ്ട് ഇക്ക പറഞ്ഞു നമുക്ക് റൂമിൽ പോയിട്ട് തിരിച്ച് വരാം, അതൊന്നല്ല അപ്പോൾ ഫ്രഷായിട്ട് നല്ലോണം കഴിക്കാമല്ലോ, മറ്റേത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇരിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ റൂമിലെത്തിയപ്പോഴേക്കും നൈറ്റായിട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വീണ്ടും ഇറങ്ങി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നൈറ്റും അടിപൊളിയാട്ടോ ഡ്രൈവിനെ, കാരണം നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടികളൊന്നുമില്ല. 1-2 എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ അത് ബൈക്കാണ്, വലിയ വണ്ടിയോ കാര്യങ്ങളോ. അപ്പോൾ നമുക്ക് നല്ല സുഖമാണ്, നല്ല കാമായിട്ട് പോയിട്ട് വരാനൊക്കെ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ഫുഡ് നോക്കി ഇറങ്ങി. എവിടെയാണ് നല്ല ഫുഡ് കിട്ടും, നല്ല ഫുഡെന്നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുണ്ടോ നോക്കി ഇറങ്ങിയതായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്തൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു 7 മണി ആ ഒരു ടൈമിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. അവിടുന്ന് പൊറാട്ടയും ഷവായിയാന്ന് തോന്നുന്നു, അൽഫാമും പൊറാട്ടയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പൊറാട്ട കഴിക്കലില്ല, അപ്പം ഞാൻ കുബൂസ് ഉണ്ടായിരുന്നു, എക്സ്ട്രാ കുബൂസ് വാങ്ങി. അൽഫാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുബൂസ് വാങ്ങി. പിന്നെ കുറച്ച് റൈസ്, നമ്മളെ ഗീ റൈസ് ഇല്ലേ, അതുണ്ടായിരുന്നു കേട്ടോ, അതും വാങ്ങി, അതും കഴിച്ചു. അപ്പം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി കേട്ടോ. രാത്രി കുറേ നേരം നമ്മൾ ബീച്ചിൽ വന്നത്. നമ്മൾ ഇതുവരെ ബീച്ചിൽ അങ്ങനെ വെറുതെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, വെറുതെ വന്നിരുന്നിട്ടില്ല. വരും നമ്മളെ ഫിഷ് കഴിക്കും, അങ്ങനെ പോകുന്നല്ലാതെ നമ്മൾ എന്തായാലും ഫ്രീ ആയ ഒരു ടൈം നോക്കി ഇറങ്ങി കുറേ നേരം ബീച്ചിലിരുന്ന് വെറുതെ വർത്തമാനമൊക്കെ പറഞ്ഞ്. പിന്നെ സുനീഷ് ചേട്ടന് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോകും. അവരവിടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, അപ്പോൾ അവരങ്ങോട്ട് പോകും. അതൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം ലുഡോ ഒക്കെ കളിച്ചു കേട്ടോ. നൈറ്റ് നല്ല രസമാട്ടോ ലുഡോ കളിക്കാൻ. അപ്പോൾ ശരി, ബായ്. ഞാൻ ഇവരെ കളി തോപ്പിക്കട്ടെ.